ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ നല്ല മഴ, ആഹാ അടിപൊളി. നമ്മൾ ആ മഴയത്ത് രാവിലെ ഒരു 5 മണിക്ക് ശേഷം നേരെ നമ്മളൊരു യാത്ര പോവാണെന്ന്. കാരണം ഒരുപാട് നാളുകൾ നമ്മൾ ആഗ്രഹിച്ച് പോകാൻ കാത്തിരുന്ന സ്ഥലമാണ്. പല പ്രത്യേക എന്താ പറയുക കാരണങ്ങൾ ഞങ്ങൾക്ക് എത്താൻ പറ്റിയില്ല, പോകാൻ പറ്റിയില്ല. നമ്മൾ പോകുന്നത് കോട്ടയം ജില്ലയിലെ മലരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നമുക്ക് ആമ്പൽ കാണാൻ പോവാം. ആമ്പൽ എന്താ പറയുക, പരന്ന് കിടക്കുന്ന കായലിൽ എങ്ങും നമുക്ക് ആമ്പൽ കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ കൂടെ ഉള്ളത് മഞ്ജു മേഡം ഉണ്ട്, രാജേഷിൻ്റെ പത്നിയുണ്ട്, ലക്ഷ്മിയുണ്ട്. ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മൾ രാവിലെ ഒരു 6:45-7 മണിക്കുള്ളിൽ അവിടെ എത്തി. നമ്മൾ ചെന്ന പാടെ തന്നെ രാജപ്പൻ ചേട്ടൻ ഞങ്ങളെ സ്വീകരിക്കാൻ ഇവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാജപ്പൻ ചേട്ടൻ്റെ ഈ ബോട്ടിൽ മലരിക്കലിലെ ഈ പറഞ്ഞ മനോഹരമായ സ്ഥലത്ത് നമ്മൾ മൊത്തം കറങ്ങാൻ പോവാണ്. കണ്ടോ, എവിടെ നോക്കിയാലും ആമ്പലും അതോടൊപ്പം തന്നെ ഒരുപാട് ഫാമിലീസ് ഇത്ര രാവിലെയൊക്കെ ഇവർ വെയിറ്റ് ചെയ്ത് വരികയെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ഈ ബോട്ടിൽ, അതായത് നമ്മുടെ ഈ കൺട്രി ബോട്ടിൽ അകത്തേക്ക് പോയിട്ട് ഓരോരോ പാടങ്ങളുണ്ട്. അവിടെ എവിടെയെങ്കിലും ഹാൾട്ട് ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് ആമ്പൽ പറിക്കാം, ഫോട്ടോ എടുക്കാം. അതേപോലെ ഇതൊക്കെ നമ്മൾ ലൈഫിൽ കാണാതെ പോകരുത് കേട്ടോ. കാരണം ഇത് കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. ഇനിയിപ്പോൾ ഏകദേശം ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാൽ മരുന്നടിച്ച് ഇത് കളയും. അത് കഴിഞ്ഞ് വീണ്ടും ഇത് വരണം എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഞങ്ങൾക്ക് ഇതെല്ലാം കാണാനൊരു ഭാഗ്യമുണ്ടായി. മഞ്ജുമേട പണ്ട് മുതലേ ഇത് ന്യൂസിൽ വന്നപ്പോൾ തെറ്റ് പറയുന്നുണ്ട്, നമുക്ക് പോകണം ചോദിച്ചോടെ. പക്ഷേ അതിനൊരു അവസരവും സമയവും ഇന്നാണ് വന്നത്. പിന്നെ ഈ അഡ്വഞ്ചർ ട്രിപ്പ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഞങ്ങൾ കുറച്ച് പേരുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെ ഈ ഇതിനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആരും കൂട്ടിയില്ല. ഒരുപാട് ഫാമിലി കണ്ട ഹാപ്പി ആയിട്ട് കുറേ ഫാമിലീസ് ഇത്ര രാവിലെ വന്നിരിക്കുന്നു. അങ്ങനെ ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നു. അതുപോലെ തന്നെ വെഡ്ഡിങ് ഷൂട്ടിൻ്റെ ഫോട്ടോസ് എടുക്കുന്നവരുണ്ട്, സാധാരണ ആൽബം ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തായാലും ഒരു 9 മണി ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഇത് കൂമ്പ് കേട്ടോ, വാടിപ്പോവും. അങ്ങനെ മീൻസ് തുറന്നിരിക്കുന്നത് കൂമ്പ് വെക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഭംഗി കാണൂല, പിന്നെ വൈകുന്നേരങ്ങളേ ഉണ്ടാവുള്ളൂ. എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ, ഒന്നും പറയാനില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടുണ്ട്. ഞങ്ങളവിടെ നിന്ന് തന്നെ ഞങ്ങൾ ആമ്പലെല്ലാം പറിച്ച് ആവശ്യത്തിലധികം പറിച്ചോളാൻ പറഞ്ഞു. ആമ്പൽ പറിച്ചു, വണ്ടിയിൽ വെച്ചു. അത് വെച്ച് കുറേ ക്രിയേറ്റിവിറ്റി ഫോട്ടോസ് ഞങ്ങൾ പോസ്റ്റ് ചെയ്തു, ഫോട്ടോ എടുത്തു, പല രീതിയിൽ വീഡിയോസ് എടുത്തു. പിന്നെ മഴ പെയ്തപ്പോഴത്തേക്ക് കുടയും ചൂടി മറ്റേ സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇടാൻ മഞ്ജുമ. എനിക്കാണെങ്കിൽ അവരൊരു റെയിൻകോട്ട് തരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ഞാനാണല്ലോ ഫോട്ടോ എടുക്കുന്നതല്ല. അപ്പോൾ റെയിൻകോട്ടൊക്കെ എടുത്ത് ഞാൻ ഇപ്പുറത്ത് നിൽക്കുകയാണ്. ഞാനും ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അഥവാ താഴെ വീണാലോ, എന്താ പറയുക. ലക്ഷ്മി ആണെങ്കിൽ ബോട്ട് ഇളക്കി നമ്മളെ ടെൻഷൻ അടിപ്പിച്ചുകൊണ്ടിരിക്കും താഴെ വീഴ്ത്താൻ വേണ്ടി. അങ്ങനെ നമ്മൾ ആ കായൽ ഓളപ്പരപ്പിലൂടെ നമ്മളിങ്ങനെ കംപ്ലീറ്റ് അവിടെ എല്ലാം ചുറ്റിക്കണ്ട്. ചെറിയ മഴ ഉണ്ടായിരുന്നു കേട്ടോ, ശക്തമായ മഴയില്ലെങ്കിലും ചെറിയ മഴ. പെട്ടെന്ന് ആ മഴ ഇങ്ങനെ കുറഞ്ഞ് പിന്നെ വീണ്ടും മഴക്കാർ വെച്ചിട്ടുണ്ട്. അപ്പം വലിയ മഴയ്ക്ക് മുമ്പ് പോകാമെന്ന് രാജപ്പൻ ചേട്ടൻ പറഞ്ഞു കേട്ടോ. രാജപ്പൻ ചേട്ടൻ്റെ ബോട്ടിൽ പോകുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എന്ന് വെച്ചാൽ വളരെ സേഫായിട്ട് നമ്മളെ കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. പിന്നെ പുള്ളി അതിൻ്റെ അകത്ത് എല്ലാം വെച്ചിട്ടുണ്ട്. റെയിൻകോട്ട്, കൊട, കത്തി, അങ്ങനെയുള്ള ഇതെല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് ആമ്പൽ മുറിക്കണമെങ്കിൽ മുറിക്കാം, മഴ വന്ന റെയിൻകോട്ട് തരും. നല്ല സർവീസായിരുന്നു എന്തായാലും. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടി നമ്മളോട് വരുവാണെങ്കിലും രാജപ്പൻ ചേട്ടനെ നമ്മൾ പറയുള്ളൂ. അതോടൊപ്പം തന്നെ ആർക്കെങ്കിലും പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ മെസ്സേജ് അയയ്ക്കുക, നമ്മൾ രാജപ്പൻ ചേട്ടൻ നമ്പർ തരുന്നതായിരിക്കും. അതുപോലെ ഒരു ലൈഫേ ഉള്ളൂ, ആ ലൈഫ് ഹാപ്പി ആവുക. കാരണം ഇതെല്ലാം കാണാതെ പോയില്ലെങ്കിൽ നഷ്ടമാണ്. അത്രയ്ക്കും എന്താ പറയുക, മനോഹരമായൊരു സ്ഥലം കേട്ടോ. അപ്പം മലരിക്കൽ ഇവിടുന്ന് നമുക്ക് തൊട്ടപ്പുറത്ത് കാണുന്ന ആലപ്പുഴ ബോർഡർ, തൊട്ടപ്പുറത്ത് കോട്ടയമാണ്. നമ്മളിപ്പം ഇത് പോകേണ്ടത് നമ്മൾ വൈക്കം, കുമരകം, ഇല്ലിക്കലിന് നമുക്ക് റൈറ്റ് തിരിച്ചാണ് പോകേണ്ടത്. ഏകദേശം ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് ഒരു 67 കിലോമീറ്റർ ഏകദേശം ഉണ്ട് വൺ സൈഡ്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ചെറിയ ഈ കൊച്ചു സന്തോഷങ്ങൾ ഞങ്ങളത് മനോഹരമാക്കി. ഞങ്ങൾ ഹാപ്പി എല്ലാവരും. ഞങ്ങൾ തിരിച്ച് അങ്ങനെ എന്താ പറയുക, വളരെ ഹാപ്പിയായിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകാൻ താല്പര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പറയുകയാണ്, മെസ്സേജ് അയയ്ക്കുക. ഇത് കണ്ടിരിക്കണം, കാണാതെ പോകരുത്. അത്രയ്ക്കും നല്ലൊരു സ്പോട്ടാണ്.
അപ്പം മലരിക്കൽ. അങ്ങനെ നമ്മൾ എന്താ പറയുക, അടുത്തൊരു പുതിയ വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ മെസ്സേജായി തരിക. അതുപോലെ തന്നെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. താങ്ക് യു.